മുട്ട വെച്ചിട്ട് ഇതുവരെ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇതാണ് ബട്ടർ ഗാർലിക് എഗ്ഗ്. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കണേ. ഇത് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ടേസ്റ്റ് ഉണ്ടാകുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. 5 മുട്ടയാണ് നമ്മൾ അതിനായി എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം. 5 മുട്ട നമ്മളൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ചു. പിന്നെ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്കൊരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് പാലും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണേ. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും എല്ലാം ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ്. ഇതിൽ ഷുഗറൊന്നും നമ്മൾ ചേർക്കുന്നതേ ഇല്ല. ഇത് ഏത് പ്രായക്കാർക്കും കഴിക്കാൻ പറ്റുന്നതാണ്. വെറും 5 മിനിറ്റ് മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ നമ്മളെ മുട്ടയും പാലും കുരുമുളകും ഉപ്പും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ ഈസിയും വളരെ ടേസ്റ്റുമായ ഒരു റെസിപ്പിയാണ് ഇത്. തീർച്ചയായും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. പിന്നെ നമ്മളൊരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആ മിക്സ് ഒഴിച്ചു കൊടുത്തു. വളരെ ചെറിയ തീയിൽ വെച്ചാൽ മതിയേ, അടി കരിഞ്ഞു പോകാൻ പാടില്ല. ഇടയ്ക്ക് ഇതങ്ങനെ ചുഴറ്റി കൊടുത്താൽ മതി. അങ്ങനെ മുട്ടയൊക്കെ പതുക്കെ വെന്ത് വരുന്നുണ്ട്. പിന്നെ മുട്ടയ്ക്ക് അത്ര വേവൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ ഓരോ സൈഡ് വെന്ത് വരുമ്പോൾ നമ്മളിതെങ്ങനെ ചുഴറ്റിക്കൊണ്ടേയിരിക്കണേ. അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രമാണ്. പിന്നെ ഇതെങ്ങനെ ചെയ്ത് കൊടുക്കണം. കണ്ട, ഓരോ സൈഡ് വെന്ത് കിട്ടുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ സ്ഥലവും നല്ല ഒരേപോലെ വെന്ത് കിട്ടും. നല്ലവണ്ണം വെന്ത് കിട്ടാൽ മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതിയേ. എന്തായാലും ഇത് പൊട്ടിച്ചെടുക്കേണ്ടതാണ്. എന്നാലും നമുക്ക് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഏകദേശം മുട്ടയൊക്കെ വെന്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. രാവിലെ തന്നെ കുട്ടികൾക്ക് തിരക്കിനെല്ലാം ഇത് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മുട്ട കഴിക്കാത്ത കുട്ടികൾ പോലും ഇത് കഴിച്ചോളും. അങ്ങനെ മുട്ടയൊക്കെ നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, അധികം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല കറക്റ്റായ പാകത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കി കഴിക്കാത്തവർ ഒന്നുകൂടി ഞാൻ പറയുന്നു, തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ പാടെ തന്നെ പ്ലേറ്റ് കാലിയായിരുന്നു. പിന്നെ വെന്ത മുട്ടയൊക്കെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി ആ പാനിൽ തന്നെ നമ്മൾ ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പീസ് മതിയാകും. അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് സോസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബട്ടറൊക്കെ നല്ലോണം മെൽട്ടായി വന്ന ശേഷം ഇതാ വെളുത്തുള്ളി നല്ലവണ്ണം വഴറ്റിയെടുക്കണേ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ അതിലേക്ക് ചേർത്തത് കോൺഫ്ലവറാണ്, 1 ടീസ്പൂൺ കോൺഫ്ലവർ. പിന്നെ ഇത് മൂന്നും കൂടി നല്ലവണ്ണം വീണ്ടും വഴറ്റിയെടുക്കുക. പിന്നെ വേണ്ടത് 1 കപ്പ് പാലാണ്. പാലും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കട്ട പിടിക്കാതെ ഒന്ന് നല്ലവണ്ണം കുറുക്കിയെടുക്കണം. അപ്പം നമ്മളെ സോസ് റെഡിയാകും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമല്ലേ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. മുട്ട, പാല്, ഗാർലിക്, നെയ്യ്, ബട്ടർ എല്ലാം കൂടി ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാം കുറേശ്ശെ മതി. ഇതൊന്നും വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, എന്നാൽ കഴിക്കാനോ നല്ല അടിപൊളി ടേസ്റ്റുമായിരിക്കും. നമ്മളതിലേക്ക് കുറച്ച്, അതായത് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് കൂടിപ്പോകാതെ നോക്കണേ. നമ്മൾ മുട്ടയിലും ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഉപ്പ് വളരെ സൂക്ഷിച്ച് ചേർത്താൽ മതി. അങ്ങനെ എല്ലാം നല്ലവണ്ണം കുറുകി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്തത് ചില്ലി ഫ്ലേക്സ് ആണ്. ഇനി ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ പച്ചമുളകൊന്നും ഇതിൽ ചേർക്കാത്തത് കൊണ്ട് മാത്രം ചേർത്ത് കൊടുത്തതാണ്. പിന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തത് പെപ്പർ പൗഡറാണ്, ഒരു നുള്ള്. അതുപോലെ തന്നെ അല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കസൂരി മേത്തി അതുകൂടി ഒരു പിഞ്ചൊന്ന് പാറ്റി കൊടുത്താൽ മതി. അങ്ങനെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് തീ വളരെ കുറച്ചേ വെക്കാൻ പറ്റുമോ, അടി കരിയാതെ നോക്കണം. അങ്ങനെ നമ്മൾ സോസ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് മുട്ട റെഡിയാക്കി വെച്ച മുട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ചെറിയതായി അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് കരിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്.
അതും നല്ല ടേസ്റ്റി ആയിരുന്നു. അങ്ങനെ നമ്മളെ സോസും മുട്ടയും എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വരട്ടെ. ഇപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു. പിന്നെ ഇതുവരെ കിച്ചണിലേക്ക് വരാത്തവരെല്ലാം പതുക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട്. പിന്നെ ഇത് ഉണ്ടാക്കേണ്ട താമസമേ ഉള്ളൂ. പ്ലേറ്റ് കാലിയാവുന്നത് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഒരു 5ഓ 10ഓ കുറച്ചധികം തന്നെ ഉണ്ടാക്കിക്കോളൂ. എന്തായാലും ഇത് പ്ലേറ്റ് കാലിയാവുന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ നമ്മളെ സൂപ്പർ ബട്ടർ ഗാർലിക് കേക്ക് റെഡി ആയിട്ടുണ്ട്. എന്താ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.